ഹലോ ഫ്രണ്ട്സ്, വിശേഷം ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ഒരു ഭയങ്കര സന്തോഷമായിട്ടുള്ളൊരു വീഡിയോ വന്നിട്ടാണ്. നമ്മുടെ ഓറിയോ പ്രസവിച്ച് ഒരു ആൺകുട്ടി. അപ്പോൾ ഇന്നലെ വൈകുന്നേരമായിരുന്നു, സന്ധ്യക്കായിരുന്നു പ്രസവം. അപ്പോൾ എല്ലാം നോർമലായിരുന്നു. ഞാനിവിടെ ഉണ്ടായിട്ടില്ല കേട്ടോ. നമ്മളില്ലാത്ത സമയത്താണ് നമ്മളെ സെയറും കൈലാസും കാര്യങ്ങളെല്ലാം പിന്നെ നോക്കിയത്. പിന്നെ കുതിരൻ്റെ നോക്കേണ്ട ആവശ്യമില്ല, അവരെ സ്വയം ചെയ്യും. എന്നാലും എന്തെങ്കിലും കോംപ്ലിക്കേഷനോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ മാത്രം നമ്മൾ ഇടപെടേണ്ടി വരുമല്ലോ. ഓക്കെ, അപ്പോൾ നമുക്ക് കുഞ്ഞിനെ കാണാം. പാലെല്ലാം കുടിക്കാൻ തുടങ്ങി, എല്ലാം സെറ്റാണ് കേട്ടോ, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ എന്ത് കളറായിരിക്കും കുട്ടി ഗസ് ചെയ്യാൻ വേണ്ടി പറ്റുമോ? അപ്പോൾ പോകുന്നതിന് മുന്നേ നമുക്ക് നമ്മുടെ ജേക്കബിൻ്റെ മുന്നിൽ വന്നല്ലേ, നിങ്ങൾക്കൊരു ട്രീറ്റ് പ്രതീക്ഷിച്ചിട്ട് എല്ലാവരും നിൽക്കുന്നുണ്ട്. ബാ ഇങ്ങോട്ടാ, ജേക്കബിന് നല്ല കുട്ടപ്പനായില്ലേ, ഉണ്ടാ, നല്ല പെറ്റായി മാറി. ഇത് വേണോ? ആ അയ്യോടാ, ആ പാത്തുവിൻ്റെ പകുതിയും പുറത്താന്നിട്ടാ. അപ്പോൾ നമുക്ക് കുട്ടിനെയും അമ്മനെയും വേണ്ടി കാണാൻ വേണ്ടി കയറാം. വാ, പാൽ കുടിക്കുന്നത് കറക്റ്റ് നമ്മുടെ ഓറിയോനെ പോലെ തന്നെ കേട്ടോ ഏകദേശം. ഓറിയോൻ്റെ ഇതിൻ്റെ മേറ്റ് ചെയ്ത മെയിൽ എന്ന് പറയുന്നത് അത്യാവശ്യം നല്ലൊരു സ്റ്റാലിയനാണ് കേട്ടോ, ഗുജറാത്തിലുള്ള. അപ്പോൾ മേറ്റിങ്ങിൽ കഴിഞ്ഞിട്ട് നമ്മൾ കൊണ്ടുവന്ന്, നമ്മൾ അന്നേരം തന്നെ പറഞ്ഞിട്ടില്ലേ 3 മാസം പ്രഗ്നൻ്റ് ആയിരുന്നു എന്നുള്ളത്. അപ്പോൾ ഇപ്പോൾ പ്രസവിച്ച് എന്തായാലും കറക്റ്റ് ഡേറ്റ് ഉണ്ട്. നമ്മൾ ഈ വീക്ക് ഉണ്ടാവുമെന്ന് വിചാരിച്ച് കറക്റ്റ് ഈ വീക്ക് തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പ്രസവിക്കുന്ന വീഡിയോയും കാര്യങ്ങളെല്ലാം ഞാൻ കുറച്ച് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു, ഇവരെടുത്ത് വെച്ചിട്ടുണ്ടായിന്. ആ വീഡിയോ ഞാനിപ്പോൾ നമ്മൾ വീഡിയോയിൽ ആഡ് ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, പിന്നെ ആ സമയത്തുള്ള സംഭവങ്ങളൊക്കെ നമുക്ക് കാണാം. അതേപോലെ നമ്മുടെ കുതിരൻ്റെ, മറ്റേ കുട്ടി കുതിരൻ്റെ 3 കാല് വൈറ്റ് വന്നിട്ടുണ്ട്. 4 കാലും വൈറ്റ് ആയിരുന്നെങ്കിൽ പൊളിയായിട്ടുണ്ട്. 3 കാല് വൈറ്റ് കുഴപ്പമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ വരുന്നുണ്ടാ. നിന്നോ ഓറിയോ മാമനെ, കഴിച്ചോ. ശരിക്കും ചെവിയെല്ലാം കണ്ട, നല്ല ശരിക്കും നല്ല എന്താ പറയുക, അടിപൊളി നല്ല ലക്ഷണത്തെ ചെവിയാണ്ടാ. നല്ല റൗണ്ട് പിടിച്ച് കറക്റ്റ് നല്ല ഹേർട്ട് ഷേപ്പായിട്ട് നിൽക്കുന്നുണ്ടാ. 4 കാലും വൈറ്റ് ആയിട്ടുണ്ടെങ്കിൽ പഞ്ചകല്യാണിയാവും വരുന്നേ. 3 കാല് വൈറ്റ്. അതുപോലെ നെറ്റിൻ്റെ മാർക്കിംഗ് എല്ലാം നല്ല അടിപൊളി മാർക്കിംഗ് ആണ്. എടാ നീ അങ്ങോട്ട് പോകണ്ട. അത് പുതിയ ആൾക്കാരെല്ലാം കാണുമ്പോൾ ചെറിയൊരു പേടിയുണ്ടാവും. കുട്ടി ഉണ്ടാകുമ്പോൾ ഒരു പേടി ഉണ്ടാവുമല്ലോ പൊതുവേ. എന്നാലും പ്രസവിച്ചാലേ അഗ്രഷനും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. ബാ ഓറിയോ, ബാ ഓറിയോ. കുട്ടീനെ വിട്ട് വരുന്നില്ല. ഓറിയോ ബാ 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 കൂട്ടാ ഓറിയോ ഡാ. സാധാരണ വിളിക്കുമ്പോൾ എങ്ങനെ വരുന്നതെന്ന് നോക്കിയേ. ഇതാണ് കുട്ടി ഉണ്ടായാലേ ഇവരുടെ മാറ്റം. അത് കഴിഞ്ഞിട്ടേ എന്തുള്ളൂ. അതുപോലെ പൊക്കൽ കൊടിക്ക് നമുക്ക് ഈച്ച പറ്റുന്നതിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു പിന്നെ ടോപ്പിക് കൂടെ അടിച്ചു കൊടുക്കാം. ഇങ്ങോട്ട് വാ, ഇങ്ങോട്ടൊന്നല്ലേ തരും. ബാ, ഗുഡ് കേളാം, ഗുഡ് കേളാം. ഓക്കേ, കുറച്ച് ദിവസം കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ പുറത്തെല്ലാം ഇറക്കിയിട്ട് വീഡിയോ എടുക്കാം. നല്ല ഓടുന്ന കണ്ടീഷനിലാവും. ഇപ്പോൾ ശരിക്കും ബാലൻസ് എല്ലാം ആയി വരുന്നത്ര അത്രയല്ലേ, മണിക്കൂറുകളെല്ലാം ആയിട്ടുള്ളൂ. ഇതാകെ എത്ര മണിക്കൂറായത് ഇപ്പം നമുക്ക്? അതിനെ പെട്ടെന്ന് മിസർ തൊട്ടപ്പോൾ ആകെ ഇതായിട്ട് നോക്കി. ഭയങ്കര ക്യൂട്ടല്ലേ, എല്ലാവർക്കും ഭയങ്കര കൗതുകരിക്കല്ലേ കുതിരക്കുട്ടീനെ കാണുമ്പോൾ. അതാ പുറത്തിറങ്ങിയിട്ടാ, വേണ്ട പുറത്ത് വേണ്ടട്ടാ. പേടിക്കണ്ടടാ, ഇങ്ങോട്ടേക്കിടാ. കൈലാസിൻ്റെ അടുത്ത് തന്നെ ഉണ്ട്, കുഴപ്പമില്ല. പുറത്ത് പോയാൽ കുറേ ആൾക്കാരിലുള്ളതല്ലേ, ബേജാറാണ്ട് കേട്ടാ. തന്നെ ഉണ്ട്, ആരും കൊണ്ടുപോകുന്നില്ല. ഇതുണ്ട ഓറിയോ പ്രസവിക്കാൻ പോകുന്നതിന് കുറച്ച് മുന്നേ നമുക്ക് മനസ്സിലാവാനുള്ള കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതുണ്ട് അതിൻ്റെ അകിടിൽ നിന്ന് പാലിങ്ങനെ ചെറുതായിട്ട് ഉറ്റി തുടങ്ങും. അതാണ് ഈ അധിക ജീവികളും, ചില ജീവികൾക്ക് ഉണ്ടാവില്ല, എന്നാലും അധിക ജീവികൾക്കും പ്രസവിക്കുന്നതിന് തൊട്ട് മുന്നേ തന്നെ ഈ പാല് പുറത്തേക്ക് വന്ന് തുടങ്ങും. ഓക്കെ, അതും ജസ്റ്റ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ എടുത്തത് കേട്ടോ. ഓക്കെ,
ഒട്ടുമിക്ക ആൾക്കാർക്ക് അറിയാവുന്ന കാര്യം തന്നെ ആയിരിക്കും, എന്നാലും ജസ്റ്റ് ഒന്ന് കാണിച്ചതാണ്. ഓക്കെ, അതേപോലെ ഇതിപ്പോൾ പ്രസവിച്ച് തുടങ്ങിയിട്ടുണ്ടോ, താഴത്ത് കിടന്ന് പ്രസവിച്ച് തുടങ്ങി. അപ്പോൾ നമ്മുടെ എല്ലാവരും പിന്നെ എന്താ പറയുക, എല്ലാ സജ്ജീകരണങ്ങളായിട്ട് അടുത്ത് തന്നെ ഉണ്ട്. അപ്പോൾ അത് ഷീറ്റ് ബാക്കിൽ കെട്ടുന്ന പറഞ്ഞാൽ ഒരു മറക്ക് വേണ്ടിയിട്ട് ചെയ്തതാണ് കേട്ടോ. ഓക്കെ, അതിങ്ങനെ ആ ഒരു പെയിനും കാര്യങ്ങളെല്ലാം ഉണ്ട്. അതുപോലെ സ്മൂത്തായിട്ടുള്ള പ്രസവത്തിന് വേണ്ടിയിട്ടാണ് അങ്ങനെ പുഷ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പം നമ്മളൊരു സപ്പോർട്ടും കൂടി കൊടുത്തു കഴിഞ്ഞാൽ അത് ഈസിയാവും. അത്തരം കാര്യങ്ങളാണ് നമ്മുടെ സെയ്റും പിന്നെ കൈലാസും എല്ലാവരും ഉണ്ട്, നമ്മുടെ ടീം മൊത്തം ഉണ്ട്. അപ്പോൾ നമുക്കിത് ഇനി ഞാൻ വോയിസ് ഒന്നും പറയുന്നില്ല, ഇത് നമുക്ക് കാണാം കേട്ടോ. ഓക്കെ, ഇത് കാണണ്ടാത്തവർ ജസ്റ്റ് സ്കിപ്പ് ചെയ്ത് പോയിക്കുക, കുറച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ബാക്കിയുള്ള കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ എല്ലാവർക്കും ഇതൊന്നും കാണാനുള്ള ശേഷി ഉണ്ടാവില്ലല്ലോ. ഓക്കെ, അപ്പോൾ നമുക്ക് ബേബി വരുന്നതൊക്കെ മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഫുള്ളായിട്ട് ഇടുന്നത് കേട്ടോ. ഞാൻ തടി കൊടുക്കും ജസ്റ്റ്. ചില സമയത്ത് ഈ സഞ്ജീവ് വല്ല സംഭവം പിന്നെ ഫുള്ളായിട്ട് മൂടിയിട്ട് ചത്തുപോകാറുണ്ട് കേട്ടോ കുട്ടികൾ. ചില പാരൻ്റ് അത് കടിച്ച് അത് ശരിക്കും ആക്കും, ചില പാരൻറ്റിന് അത് കഴിഞ്ഞിട്ടില്ലെങ്കിൽ ചിലപ്പോൾ ഇങ്ങനെ കുട്ടി മരിച്ചു പോകുന്ന കേസുകൾ ഉണ്ടാവാറുണ്ടേ. അപ്പോൾ അത് നമ്മൾ മുന്നിൽ തന്നെ സംഭവിച്ചുകൊണ്ട് അങ്ങനത്തെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടില്ല. ഓക്കെ, അങ്ങനെ നമ്മൾ സ്മൂത്തായിട്ട് ഡെലിവറി കഴിഞ്ഞ് ഒരേ കിടക്കുന്നുണ്ടോ, അതിൻ്റെ ഓരോ സ്റ്റെപ്പും നമുക്ക് കാണാം കേട്ടോ. അതാ കുട്ടി അണങ്ങി തുടങ്ങി. തടി കൊടുത്തേ, അല്ലെങ്കിൽ ബാക്കിലേക്ക് വരും.
ಮತ್ತೆ ಇದು ಕೂಡ ಪಟ್ಟು ಅಲ್ಲ ಎಲ್ಲ ಪಟ್ಟು ഇതാ നമ്മുടെ കുട്ടി പിന്നെ പാൽ കുടിക്കാൻ വേണ്ടി തുടങ്ങിട്ടാ. ഫസ്റ്റ് പാൽ കുടിക്കുന്ന രംഗങ്ങളാണ് ഈ കാണുന്നത്. ആദ്യം ഇത് മുട്ടിച്ച് വെച്ച് കൊടുത്ത് അങ്ങനെ കുടിപ്പിക്കുന്നതാണ് കാണുന്നത് കേട്ടോ. ആൺകുട്ടിയാണേ. കുച്ചി അപ്പോൾ നമ്മൾ ഓറിയോൻ്റെ പ്രസവിച്ചതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ലഡു വേണമെന്നിട്ട് എല്ലാവർക്കും കൊടുക്കുക അല്ലേ, ഒരു സന്തോഷം. കൊടുക്കുക എല്ലാവർക്കും കൊടുക്കുക. പിന്നെ നമ്മുടെ സ്റ്റാഫിനെ എല്ലാവരും വിളിക്കുക, എല്ലാവർക്കും കൊടുക്കുക. എടുക്ക് ഇതാ മറ്റേ മിസർ അല്ല സെയർ, ഇത് മറ്റേ പൊക്കൽ കൊടിക്ക് അടിക്കാനല്ലേ. ഇത് ഈച്ച പറ്റുന്നതിന് വേണ്ടിയിട്ട് ജസ്റ്റ് സ്പ്രേ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. എന്നാൽ പഴുപ്പ് വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് മുൻകൂറായിട്ട് ചെയ്യുന്ന സംഭവമാണ് കേട്ടോ. ഓക്കെ കൈലാസേ, ഇതാണ് നമ്മൾ രണ്ടാൾക്കാരൊന്ന് പ്രസവെടുത്ത രണ്ടാൾക്കാർ കേട്ടോ. എല്ലാം സെറ്റല്ലേ, ഇഷ്ടപ്പെട്ടിനാ? ഓക്കെ ഇതാ നമ്മളെ അഗസ്റ്റ് ചേട്ടൻ നമ്മളെ ഗേറ്റിലുള്ള ആളാണേ. ലഡു എടുത്താ എടുക്ക്. എല്ലാവർക്കും കൊടുക്കും. നമ്മുടെ കുതിര പ്രസവിച്ചതിൻ്റെ ഒരു സ്വീറ്റാണ് കേട്ടോ. എല്ലാവരും സന്തോഷത്തിൽ പങ്കുചേർക്ക്. നിങ്ങൾ എവിടെ സ്ഥലം? പിണറായി അല്ലേ? ഓക്കെ ആദ്യമായിട്ട് വരുന്നതാണോ? ഓക്കെ. അത് ഇന്നലെ സന്ധ്യയ്ക്ക് പ്രസവിച്ചതാ. ബാബാ ചേച്ചിമാരെ, നമ്മളെ മുത്തുമണികൾ, നമ്മൾ പ്രേമേച്ചിക്ക് കുറച്ച് നാളായിട്ട് സുഖമില്ല കേട്ടോ. ഒരു സർജറിയും കാര്യങ്ങളായിട്ടല്ലേ. കാണാൻ അല്ല പോകണ്ടേ, പിന്നെ നിങ്ങൾ ടീമല്ലേ, ഒരുമിച്ചുള്ളല്ലേ. അപ്പോൾ പ്രേമേച്ചി കുറച്ച് 1 മാസമായിട്ട് റെസ്റ്റിലാണ്. എടുക്ക് നമ്മുടെ കുതിര പ്രസവിച്ചിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ സ്വീറ്റ് കണ്ടിട്ടില്ലേ? കുട്ടീനെ കണ്ടിട്ടില്ലേ ഇവിടെ? അതാ നടന്നു വരുമ്പോൾ അത് ശ്രദ്ധിക്കേണ്ട ഒന്ന്. അതന്നെ. ഞാൻ എടുക്കാം, എനിക്ക് കുറച്ച് കഴിഞ്ഞ് മതി, എടുക്കട്ടെ. അപ്പോൾ പിന്നെ വാ ജസ്റ്റ് അങ്ങോട്ടേക്ക് പോവാം. കുതിരക്കൊരു അടുക്കടുക്ക് അവിടെ ഒന്നും ഉണ്ടടാ. നമുക്ക് ഓറിയോക്ക് ചെറിയൊരു സ്വീറ്റ് കൊടുക്കാം. കുറച്ച് കൊടുത്താലൊന്നും പ്രശ്നമൊന്നുമില്ല. അതുകൊണ്ട് ചെറിയൊരു രീതിയിൽ നമുക്ക് കൊടുക്കാം കേട്ടോ. സാധാരണ നോർമലി അങ്ങനെ അധികം മധുരം കൊടുക്കാൻ പാടില്ല കേട്ടോ ജീവികൾക്ക്. അപ്പം നമ്മൾ ഒരു സന്തോഷത്തിൻ്റെ പേരിൽ ചെറിയൊരു മധുരം. ഓറിയോ ബേബി തിന്നോ. അയ്യോടാ, എന്താണ് മോനെ എൻ്റെ പ്രശ്നം? കഴിക്ക്, നല്ലതാടാ. എടാ എൻ്റെ പോക്കറ്റിലൊന്ന് ബദാം ഉണ്ടോ, ഒന്ന് എടുത്തേ.
ആ ഓക്കെ ബദാം തന്നെ കൊടുക്കാം. ബാ 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 ഡാ ഒറിയോ ഒറിയോ ബാ. അത് ഇവിടുന്നുണ്ട ഒന്നും വേണ്ടേ എന്താടാ. ആ പാൽ കുടിക്കുന്നതായിട്ടാണ് അല്ല. പിന്നെ അവർ ചെറിയൊരു പേടി ഉണ്ടാവും. കുട്ടി ഉണ്ടാകുമ്പോൾ അവർ ഒരു ദിവസമല്ല ആയിട്ടുള്ളൂ. ഒരു ദിവസം ആയിട്ടില്ല. ഒരു 3-4 ദിവസം കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഒന്നും ചെയ്യൂല എന്നുള്ളല്ലോ മനസ്സിലാവും. ഇപ്പോൾ ഒരു ചെറിയൊരു ബേജാറുണ്ടാവും അവർക്ക്. ബാക്കിയെല്ലാം ജീവികൾ കൊടുക്കാം നമുക്ക്. ആടിനും കണ്ടിട്ടില്ല. ആ ഓക്കെ ഓക്കെ. ചെറിയ സ്വീറ്റ് തിന്നാൻ പറ്റില്ല, എന്നാലും ഇത് തിന്ന കുറച്ച്. ഓ സന്തോഷം സന്തോഷം. ഓക്കെ. ഓ ഹാപ്പി തന്നെ. ആ നിന്ന് ഓക്കെ. എന്താ സന്തോഷം. സ്ഥിരം തരൂല കേട്ടാ, സ്പെഷ്യലി. ഓക്കെ നമ്മളെ ഒട്ടകത്തിനും കൂടി കൊടുത്തേക്കാം. ആ അന്നേരം നമ്മളെ ഹണിക്ക് ചെറിയ വിഷമാവില്ല. ഹണിക്കും കൂടി ഒരു പീസ് കൊടുക്കാം. പകുതി ഉള്ളിൽ പോയിട്ടില്ല, ബാക്കി പുറത്തുപോയി. എടാ അത് ഏച്ചിമാരോട് ഒന്ന് എടുക്കാൻ പറയണേ, അല്ലെങ്കിൽ ഉറുമ്പ് കയറും കേട്ടോ. ഇവളേക്കോ സോറ എന്നാലും 2 ഡെലിവറി ഒരുമിച്ച് ഉണ്ടാവണമെന്ന് പറഞ്ഞു. എന്നിട്ട് ഇവളെ നമ്മളെ പറ്റിച്ച്. വാടാ മുടാ ബാ. ആ എന്നാ നീ ഏതായാലും എൻ്റെ സഹോദരി പ്രസവിച്ചിട്ടുണ്ട്. നീ സ്വീറ്റ് കഴിക്കുന്ന വാ കഴിക്ക്. ഓക്കെ. വാ ഹണി ഹണി വാ ഇങ്ങോട്ട് കയറ്. ഓക്കെ ഗുഡ് 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 ഗുഡ്. അല്ലേട്ടാ നിങ്ങളെ കുറേ നാളെയല്ലേ കാണാത്തേ. നിങ്ങളെ വിളിച്ചിട്ട് എടുക്കുന്നില്ല, കിട്ടുന്നില്ലല്ലോ. അതന്നെ പഴയ നമ്പറിനെ ഇന്ന് വിളിച്ചിട്ട് കിട്ടാത്തേ. അത് എടുക്കല്ലേ. ഓക്കെ. അപ്പോൾ പിന്നെ ഓറിയോൻ്റെ എന്തോ കാണിക്കാൻ തോന്നല്ല. മറ്റേ സ്പ്രേ അടിക്കുന്നല്ലേ, ജസ്റ്റ് ആ സ്പ്രേ അടിക്കുക. അതുപോലെ ഒരു പേരിടണ്ടേ. എന്താ പേരിടേണ്ടി ഓറിയോൻ്റെ ബേബിക്ക്? മുമ്പ് നമ്മൾ ഓറിയോൻ്റെ പേരെന്താ ഇടേണ്ടതെന്ന് ചോദിച്ചപ്പോൾ പിന്നെ എന്താ പറയുക, എന്തോ ഒരു ബിസ്ക്കറ്റിന് പാർലേജി എന്നുള്ളൂ പറഞ്ഞ ഓർമ്മയുണ്ട്. അതുപോലത്തെ നല്ലൊരു പേര്. കാരണം ഓറിയോൻ്റെ കുട്ടി ആണാണ്. അപ്പോൾ ആണിന് നല്ല ബ്ലാക്ക് കളർ കുതിരയ്ക്ക് പറ്റിയൊരു പേര്. ഏതായാലും ഞാനിങ്ങനെ ആലോചിക്കുന്നുണ്ട്, നിങ്ങളും കൂടി കമൻറ്റിലിട് നല്ലൊരു പേര്. ഓക്കെ. ഇവനെന്തായാലും ഇവിടെ തന്നെ ഉണ്ടാവും കേട്ടോ. നമ്മളിവിടെ തന്നെ ഉണ്ടാവും കുട്ടി. ഇപ്പോൾ ഷെയറിൻ്റെ പിന്നെ ഭാര്യ പ്രസവിച്ചിനി ഒരു 3-4 മാസം മുന്നേ. അതേപോലത്തെ സന്തോഷം തന്നെയല്ലേ ഇത്? ആ അതടിച്ചോ. കിടന്നിട്ടുള്ളതാ. സെർച്ച് ചെയ്തോ. പിടിക്കണോ? ആ കിടന്നാൽ വളരെ ഈസി ആയിട്ട് ചെയ്യല്ലേ. ഈച്ച പറ്റിയ ഇൻഫെക്ഷൻ പെട്ടെന്ന് മേലേക്ക് കയറി വരും. അതാണ് ഒരു പ്രിക്കോഷൻ എന്നുള്ള രീതി ചെയ്യുന്നതാണ് കേട്ടോ. ചെയ്തിട്ടില്ലെങ്കിലും ചിലപ്പം പ്രശ്നമൊന്നും ഉണ്ടാവില്ലായിരിക്കും. കമൻറ്റിൽ കുറേ അങ്ങനത്തെ ആൾക്കാർ പറയാൻ ചാൻസ് ഉണ്ട്. എന്നാലും നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാമല്ലോ. ചെയ്യുന്നതുകൊണ്ട് വേറെ ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ. അതുകൊണ്ട് പിന്നെ നമ്മൾ ചെയ്യുന്നതാണ് കേട്ടോ. ഓക്കെ. ആ അതേപോലെ പിന്നെ നമ്മുടെ ടോർക്കിൻ്റെ പിന്നെ സ്ഥിതിയെല്ലാം ഓക്കെ ആയിട്ടുണ്ട് കേട്ടോ. ടോർക്ക് ഫുൾ സെറ്റ് ആയിട്ടുണ്ട്. ടോർക്കിനൊന്ന് കാണിച്ചു തരാം കേട്ടോ. ജസ്റ്റ് പുറത്തിറക്കിയിട്ട് നമുക്കൊന്ന് ഒരു വീഡിയോ എടുക്കാം. അതുപോലെ ചെറിയ ഇപ്പോൾ നമ്മൾ 2 ആഴ്ചയിലായിട്ടുള്ളൂ. 2 ആഴ്ച കൊണ്ട് തന്നെ നല്ലൊരു മാറ്റം വന്നിട്ടുണ്ട്. നമുക്ക് പുറത്തിറക്കിയിട്ട് കാണിച്ചു തരാം. ഓക്കെ. എന്താ പാൽ കുടിക്കുന്നുണ്ടാ? എല്ലാവർക്കും സന്തോഷമായാ? നമ്മുടെ പിന്നെ വീഡിയോ കാണുന്നവരൊക്കെ നമ്മളെ സ്വന്തം ആൾക്കാരാണെന്ന് അറിയാം കേട്ടോ. അതുകൊണ്ട് അങ്ങനെ ചോദിക്കുന്നത്. അധികം ആൾക്കാർക്കും നമ്മളെ വീഡിയോസ് കാണുമ്പം തന്നെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഏകദേശം മനസ്സിലാവും. ആ പാൽ കുടിക്കുന്നുണ്ടാ? ഓക്കെ സെറ്റ്. ഒരു തമ്മിലൊരു ഫോട്ടോ എടുത്തോടാ. വാ
ചോടാ ബാ 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 ഒരേ വാ ഒരേ വാ. ഇനി ബേബിക്ക് ഒരു ഉമ്മ എടുത്തില്ല, ഒരു ഉമ്മ എടുത്തില്ല. ആയി വാ, ഫസ്റ്റ് കിസ്. ബേബി ഗുഡ് ബോയ്, ഗുഡ് ബോയ്, ഗുഡ് ബോയ്. ഐ ഐ ഐ ഐ എന്താടാ നമ്മൾ അതേപോലെ നമ്മൾ ടോർക്കിനെ കാണാൻ പോകുന്ന സമയത്ത് ഒരു കാഴ്ചയും കൂടി കാണാം. നമ്മൾ കന്നാസിനെ കണ്ട നമ്മൾ സാധാരണ എല്ലാ ഡോഗ്സിനെയും ഓരോ സെക്ഷൻ ബേസിലാണ് വിടാനേ. ഞാൻ നമ്മൾ വെറുതെ പരീക്ഷണാടിസ്ഥാനത്തിൽ ഒരുമിച്ച് വിട്ടിട്ടുണ്ട് കേട്ടോ. ഒരുമിച്ച് വിട്ടിട്ട് നമ്മുടെ റോക്സിനെ കടിച്ച് പണി വെച്ച് നമ്മുടെ കന്നാസ്. കുഴപ്പമൊന്നുമില്ല, ട്രീറ്റ്മെൻറ്റ് ഇതെല്ലാം കഴിഞ്ഞ് മറ്റേ മുറിവെല്ലാം ഏകദേശം ഉണങ്ങി കേട്ടാ. കണ്ടാ കഴുത്തിൻ്റെ സൈഡിലൊക്കെ അത്യാവശ്യം പാടുണ്ട് അവിടെ ഇപ്പോൾ. കണ്ടാ നല്ല കടിയാണ് അത്യാവശ്യം. ഓക്കെ, അതാണ് കന്നാസിൻ്റെ കുരുത്തക്കേടുകൾ നമ്മളുടെ അടുത്ത് നിന്ന് പോകുന്നില്ല കേട്ടോ. എപ്പോഴും ഉണ്ടാവും ഇങ്ങനെ എന്തെല്ലോ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ഓക്കെ, നമ്മളെ ടോർക്കിന് ഇറക്കുന്നുണ്ട്. ടോർക്കിനെല്ലാം വെള്ളം കുടിക്കുന്നതാ. ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച നമ്മളിപ്പോൾ 2 ആഴ്ച മുന്നേ കാണിച്ച വീഡിയോൻ്റെ ഇതും ഇപ്പം തമ്മിൽ കാണുമ്പോൾ നിങ്ങൾക്ക് തന്നെ ആ ഡിഫറൻസ് ഫീൽ ചെയ്യുന്നുണ്ടാവും. കാണാനില്ലേ? നല്ല പക്ക അടിപൊളിയായില്ലേ? വെള്ളം കുടിക്കുന്നുണ്ട് കേട്ടോ. വെള്ളം കുടിച്ച് ഇപ്പോൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ വെള്ളം കുടിച്ചിട്ട് നമുക്ക് പുറത്തിറക്കാം. അപ്പം നമ്മൾ കിടക്കാൻ കൂടുതൽ അനുവദിക്കുന്നില്ല. എന്നാൽ ഈ പിന്നെ എന്തെങ്കിലും ഇൻഫെക്ഷനോ കാര്യങ്ങളോ ആകുന്നതിന് വേണ്ടിയിട്ട്, അതുകൊണ്ടാണ് കുറച്ച് ദിവസം കിടക്കാണ്ടിരുന്നത്. ഇപ്പോൾ ഓക്കെയാണ്. അപ്പോൾ കിടക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം സർജറി ചെയ്യുമ്പോൾ കാണിച്ചു കൊടുത്തിട്ടുണ്ടായില്ലേ, കാണിച്ചു തന്നിട്ടുണ്ടായില്ലേ, ഫുള്ള് ബെഡ് ആക്കിയത് പുല്ലുകൊണ്ട് വൈക്കോലുണ്ട്. അവിടെ തന്നെ കൊണ്ടുപോട്ടാ. ഓക്കെ, കഴിഞ്ഞാ കുടിച്ച് കഴിഞ്ഞാൽ വാ ഇറങ്ങാല. ബാ ബാടാ ബാ ബാ ടാ ബേബി ബാ, ഗുഡ് ബോയ്. ബാ ബാ. എന്താ എന്നെ വെള്ളം വേണോ? ഡാടാ വന്ന് ബാ. യാ പഴയ ലെവലിലേക്ക് എത്തിയില്ല, എന്നാലും നല്ലൊരു മാറ്റമില്ലേ കാണുമ്പോൾ? നിങ്ങൾക്ക് എന്താ ഫീൽ ചെയ്യുന്നത്? നമ്മുടെ വ്യൂവേഴ്സ് എല്ലാം കറക്റ്റ് അഭിപ്രായം പറയണം കേട്ടോ. കാണുന്ന പോലെ തന്നെ അഭിപ്രായം പറയണേ. ബടാ ഡാ ഡാ. നോ നോ നോ. അങ്ങനെയുണ്ട്, മാറ്റില്ലേ? സെറ്റാണ്, ഒരു കുഴപ്പമില്ല അല്ലേ ബേബി? ബാ നടക്കാല. ബാ, കുറച്ച് തണ്ട് കൂടിയിട്ടുണ്ട് സർജറി എല്ലാം കഴിയുമ്പോഴേക്ക്. നമുക്ക് കുറച്ച് ബദാം കൊടുക്കല്ലേ സന്തോഷത്തിന്? ഓക്കെ ആ ഓക്കെ, ഗുഡ് ബോയ്. അപ്പോൾ ഞാൻ വിളിച്ചിട്ട് വന്ന എപ്പോൾ എന്തെങ്കിലും പിന്നെ കിട്ടുന്നൊരു സംഭവമുണ്ട്. അത് എല്ലാ കുതിരക്കും ഉണ്ട്. നമ്മളാണല്ലോ ഇവരെ വെടക്കാക്കുന്ന ആളല്ലേ. ആ, നമ്മൾ ബോണി വെയിറ്റ് ചെയ്യുന്നുണ്ടോ? എടാ ഉള്ളിലേക്കാക്കിയേ ബോണിക്കുട്ടാ. കൈ കേട്ടോ ഒരു മിനിറ്റ്. മുത്ത് ബോണിൻ്റെ ചെവിയപ്പും നല്ല രീതിയിൽ ഇങ്ങനെ തീയും നിൽക്കും കേട്ടോ. നല്ല രസമാണ് കാണാൻ. എടാ ഡാ 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 നിൽക്കേ പിടിച്ചേ. ആയിവാ, എന്താ രസം. എനിക്കിങ്ങനെ ടച്ച് ചെയ്തിട്ടുള്ള കുതിര കാണാൻ ഭയങ്കര ഇഷ്ടം. ഭയങ്കര ഒരു മൊഞ്ചല്ല ഇത് കാണാൻ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. അടുത്ത വീഡിയോയുടെ അടുത്ത് ശനിയാഴ്ച കാണാം. ഓക്കെ, ബൈ.